ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായിട്ട് 4 വലി വലിച്ചേക്ക. പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക. ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി? ഈ നാട്ടില് വെള്ളപൂശുകാര് വേറെ ഇല്ലാഞ്ഞിട്ടല്ല. മാടമ്പിള്ളി മേടയില് യക്ഷിയുണ്ട്, മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് നീ ഇപ്പൊ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ. രാഘവോ, കൽക്കട്ടയിന്ന് ശാരദാമ്മയൊക്കെ ഏത് നിമിഷവും കേറി വരാം. അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി. നിർത്തിയേക്ക. ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റിത്തിരിയണ്ട. ഞാൻ കൂലി തരില്ല. രാഘവോ, ഞാൻ ഈ പറയണതൊന്നും നീ കേൾക്കണില്ലേ? ഇവൻ എവിടെ പോയി കിടക്കുക? ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കണേ. രാഘവോ, രാഘവോ, രാജപ്പോ, ഗോപാലകൃഷ്ണ. അയ്യോ, കൊടയോ? ഇനി എനിക്ക് നിന്നോട് 4 വർത്താനം പറയാനുണ്ട്. എന്റെ നാക്കെ ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം? അല്ല, അപ്പൊ ഏനക്കേടൊക്കെ മാറിയ? മാറി. ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റിത്തരാം. നീ എന്താ പറഞ്ഞത്? എനിക്ക് മറുഷോക്ക് തന്നാ മതിന്നോ? മറുഷോക്ക് തരാൻ നീ ആരടാ? ഇലക്ട്രിസിറ്റിയിലെ ലൈൻമാനാ? നിന്നെ അടുക്കരുത്, അടുക്കരുത്. എന്റെ അടുത്ത് മാത്രം കളിക്കരുത്. കുത്തു, ഞാൻ കുത്തു. ദാസപ്പൻകുട്ടിയെ, അത് നവലേന്റെ ഭാര്യ ഗംഗ ചേച്ചിയാ. ഹലോ. ഹലോ. ഫീസും ഞാൻ പിന്നാലെ വരണ്ടോ? അയ്യോ, പിന്നെ വന്ന് മനുഷ്യനെ പേടിപ്പിക്ക. എന്താ ബാസൂരെ? എന്താ വേണ്ടത്? എന്നാന്ന്? അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന്, ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്ക. വീടെന്ന് നിനക്ക് എന്താ ബാസു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ദേവി ദേവി,
ദേ ശ്രീദേവി പിടിച്ചു വലിക്കരുതെന്നേ പിടിക്കേ നീ എവിടേക്ക് എന്നെ കൊണ്ടുപോണേ ദേ ഇതിന് அந்த ஆகரியில கீர்த்தனை ஒண்ணு பாடுறீங்களா? ആരാത്? நான் தான் நாகவல்லி. അയ്യോ അയ്യോ ശ്രീദേവിക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കുഴപ്പമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ അതൊന്നും അറിയണല്ലോ തമ്പിളിയ. ഇപ്പോഴിത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ നടക്കുക? ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, ഞങ്ങൾ ആരും അതെ തൊട്ടത് പോലും ഇല്ല. ഞങ്ങൾ ആരും തൊട്ടത് പോലും ഇല്ല. വേണ്ട വേണ്ട, ഇനി ഇപ്പൊ അതും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഇനിമേൽ ഇവിടെ ആരും ഗ്യാസിൽ പണിയണ്ട. തീർന്നല്ലോ. ആ മണ്ണെണ്ണ സ്റ്റവ് അങ്ങോട്ട് കത്തിച്ചേ. എന്താ മാവാ? ഇല്ല, ഒന്നുമില്ല. എന്താ മാവാ? അളിയോ, അല്ല, നഗലൻകുട്ടി ആ പറഞ്ഞത് പരിചിതം അങ്ങോട്ട് ഉപേക്ഷിക്കണ്ട. ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ട്. ഇന്നലെ തെക്കിനീന്ന് ഇറങ്ങിയ തമിഴത്തി വെറുതെ അങ്ങോട്ട് പോകുന്നില്ല. അത് ശ്രീദേവിയെ പിടികൂടിയിട്ടുണ്ടോന്നൊരു സംശയം. ഒരു ലക്ക് കെട്ട മട്ട. വന്നേ വന്നേ, എല്ലാവരും വന്ന് നോക്കി വാ. എന്താ എന്താ? ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. എന്താ എന്താച്ചാ? എന്താ അമ്മേ? എന്താ അമ്മാവാ? ഒന്നുമില്ല. എന്താ അപ്പച്ചി? അല്ല, തമ്പ്യത്യം എങ്ങോട്ടാണാവോ? ഞങ്ങള് പുല്ലാറ്റുപുറത്ത് വരെ പോവാ. അന്ന് രാത്രിയിലത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി. ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ. താങ്കൾ വേണം കയറിക്കോ.
ഇതാരി നമ്മുടെ പട്ടയത്ത് പപ്പനാഥ സാറല്ലോ? പത്മനാഭന. അല്ലല്ലോ, അല്ല ഉണ്ണിത്താനത്തിയല്ലോ. ഞാൻ ആകെ അങ്ങ് ഛെ. അല്ല ഇതാര്? നമ്മുടെ കുഞ്ചാകുട്ടിയല്ലോ. തുറടയ്ക്ക്. ഏ? തുറടയ്ക്ക്. അടയ്ക്കണോ? അടയ്ക്ക്. അടച്ച വീട് തുറക്കണോ? തുറക്കണോ? അടയ്ക്ക്. ഏ? വണ്ടി വിട്. വേഗം വിട്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക.